ഹേ ഗായ്സ്, അങ്ങനെ പതിവ് പോലെ തന്നെ ഇന്നും തുടങ്ങുന്ന പോലെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു വ്യത്യാസം സ്കൂളില്ല എന്നുള്ളത് മാത്രം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇക്കാക്ക് ചായ കൊടുത്ത് ഇക്കാക്കൻ്റെ കൂടെ തന്നെ ഞാൻ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് 9:27 ആയപ്പോൾ ഞാൻ തിരിച്ചു വന്ന്. അപ്പോൾ കുട്ടികൾക്ക് മാഗി മതി എന്ന് പറഞ്ഞപ്പോൾ ആ മാഗി ആക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ വീണ്ടും ചോറിനുള്ള പരിപാടി തുടങ്ങി. ചോറിന് വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതാ നമുക്കിന്ന് ഏട്ടുണ്ട്, അതുപോലെ തന്നെ അയിലുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലുണ്ട് അയില. അപ്പം ഞാൻ രണ്ടും രണ്ടാക്കിയാൽ കാണാം. അപ്പോൾ ഇളവനും പരിപ്പും കറി വെക്കണം. ഇളവനെന്ന് പറയുന്നത് ഈ കുമ്പളത്തിനാട്ടോ. ഞങ്ങളിവിടെ ഇളവെന്ന് പറഞ്ഞ് ശീലമായിപ്പോയി, അതാണ് അതിനാണ് കുമ്പളത്തിനാണ് കേട്ടോ പറയുന്നത്. അത് ആ ചോറ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് സിമ്മിലിട്ട് അങ്ങനെ അയിലും ഏട്ടയൊക്കെ വെവ്വേറാക്കി കൊടുത്ത് അയില കായം തേച്ചെടുത്തിട്ടോ അതങ്ങ് മാറ്റി വെച്ച്. ഏട്ട മുറിച്ച് വാങ്ങിയപ്പോൾ തന്നെ അയില കൂടെ മുറിച്ച് തന്നോട്ടാണ്. അതുകൊണ്ട് സിമ്പിളായി, പ്രത്യേകിച്ച് മുറിക്കേണ്ട പരിപാടിയൊന്നുമില്ല. ഇപ്പം നമ്മളെ തേങ്ങ അരച്ച കറിക്കുള്ളതാണ് ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചുവന്നുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കട്ടോ. അപ്പോൾ ഇതിന് നമ്മളെ ഇളവനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ അരപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കട്ടോ. നന്നായിട്ട് തിളയ്ക്കണം. എന്താ പറയുക, തേങ്ങ പാർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, അതായത് ഓവറായിട്ട് വെള്ളം പോലെ ആവരുത്, അത്യാവശ്യം കട്ടിയിലുള്ളൊരു നമ്മളെ മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചിങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് ഞാനിതാ മീൻ പൊരിക്കാനിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് പച്ചക്കറി എങ്ങനെ തോന്നിക്കാൻ നോക്കുക. അങ്ങനെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടിയതിന് ശേഷമാണ് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ കായ്മുളകും കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കും കേട്ടോ. അതിട്ടുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ തീ ഓഫാക്കി നമ്മളെ പച്ചക്കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കും. നല്ലൊരു കളറല്ലേ ഈ കറി. ഒന്നാമത് ഞാൻ മുളക് പൊടി യൂസ് ആക്കാറുണ്ട് കേട്ടോ. ഈ കറി ഇത്ര നല്ലൊരു ഭംഗി തോന്നിക്കുന്നത്. എനിക്ക് ഇങ്ങനെയാണ് കറി വെക്കുന്നത് ഇഷ്ടം. അങ്ങനെ മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞു. കൂടെ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. പിന്നെ എൻ്റെ ചോറ് ബ്രൗൺ റൈസ് എടുത്ത് തിളപ്പിച്ചു. പിന്നെ നമ്മളിത് ലാസ്റ്റ് ആട്ടോ ഏട്ട മുളക് ഇടുന്നത്. കാരണം ഇക്കാക്ക് 11 മണിക്ക് ചോറുന്ന വരുമ്പോഴത്തേന് പച്ചക്കറി മീൻ പൊരിച്ചതൊക്കെ ആക്കിയതാണ്. ഇക്കാക്ക് ഈ ഏട്ടമീൻ കൂട്ടൂല, അപ്പോൾ എനിക്കാണ് വെക്കുന്നത്. അപ്പോൾ ലാസ്റ്റാണ് ഞാൻ വെക്കുക. മക്കളും കൂട്ടൂട്ടോ മീൻ, നല്ല കാമ്പുള്ള മീനല്ലേ. അങ്ങനെ അതാ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് ഉപ്പും ചേർത്ത് പുളിവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കട്ടോ. ഞാൻ ഇങ്ങനെ കേട്ടോ മീൻ കറി വെക്കൽ. എന്നിട്ട് അതിലോട്ട് തന്നെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും. കാരണം ഏട്ടയ്ക്ക് നല്ല വേവുള്ളതല്ലേ, പിന്നെ പെട്ടെന്ന് ഉടഞ്ഞു പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കലക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും പുളിയും, അത്യാവശ്യം പുളി വേണം കേട്ടോ മീൻ കറിക്ക്. ഏട്ടയ്ക്ക് അത്യാവശ്യം പുളി ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടെ ഹെൽപ്പറായിട്ട് മോളുണ്ടാവും, മോളെ കൈയാണ് കാണുന്നത്. അങ്ങനെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും എന്താ പറയുക ഒലിവും കൂടി ചേർത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ട് വെട്ടി തിളക്കുന്ന സമയത്ത് നമുക്കതൊന്ന് തീ സിമ്മിലാക്കിയിട്ട് കൊടുക്കട്ടോ. അപ്പം അവിടെ കിടന്ന് നന്നായിട്ട് വെന്തൊന്ന് ജസ്റ്റ് ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകി വരും. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഏട്ടൻ മുളകിട്ടേക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് ഷിക്കാക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് വെച്ചത്. പിന്നെ ഒന്ന് ചൂടാറിയാൽ പ്രത്യേകിച്ച് ഭയങ്കര ടേസ്റ്റില്ല. ഇനിയിപ്പോൾ 2-3-4 ദിവസത്തിന് എനിക്ക് ഈ കറിയൊക്കെ തന്നെ കേട്ടോ. എന്താ പറയുക, ആരും കൂട്ടാത്തതുകൊണ്ട് കറിയൊന്നും മക്കളും എല്ലാം കൂട്ടില്ല. അവർക്ക് മെയിനായിട്ട് കഷ്ണമാണ്, അതും മുള്ളില്ലെങ്കിൽ മാത്രം കൂട്ടും. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിച്ചപ്പ് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഇതാ ചുവന്നുള്ളിയിലൊന്ന് വെളിച്ചെണ്ണയിൽ തന്നെ തോന്നിക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളി ഇട്ട് തോന്നിക്കുക. അങ്ങനെ ഇതാ നമ്മൾ ചോറും പച്ചക്കറിയും ചോറും. ഇത് വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ തന്നതാട്ടോ. ഞാൻ ജിമ്മ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞാൻ വീട്ടിൽ പോയി കണ്ട് എടുത്തതാണ്. നമ്മളെ ഇടിച്ചക്ക ഉണ്ടായി തുടങ്ങിയല്ലോ, അപ്പോൾ അതിൻ്റെ ഉപ്പേരിയാണ്. അപ്പോൾ കൂടെ ഞാൻ നമ്മളെ എന്താ പറയുക തൈര് മുളകും പൊരിച്ചിട്ടുണ്ട്. നമ്മൾ ചോറും കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ പണികളൊക്കെ ഒതുങ്ങി എല്ലാ പണിയും കഴിഞ്ഞ് ക്ലീനിങ്ങും കൂളിയും എല്ലാം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുക്കണം. ഞാൻ ചോറ് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ ചോറെടുത്തു. ഇനി നമ്മൾ അടിപൊളി മീൻ കറി. ഇത് ഒന്നും കൂടി 2 ദിവസമൊക്കെ നിങ്ങൾ തിളപ്പിച്ച് നാളത്തേക്ക് സെറ്റാവും കേട്ടോ. ഒന്ന് കുറുകി വരും. ഒന്നും കൂടി നമ്മൾ പിന്നെ തിളപ്പിക്കുമല്ലോ, അപ്പോൾ സെറ്റാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ്. ടാറ്റാ, ബൈ ബൈ, സീ യു.